ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് പുറപ്പാടിൻ്റെ ഈ എപ്പിസോഡിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് നമ്മൾ ധ്യാനിക്കുക ക്രിസ്തീയ സ്വാതന്ത്ര്യം, ആത്മാവിലുള്ള വളർച്ച എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ്. ഇന്നത്തെ വിചിന്തനത്തിനായി നമുക്ക് ലഭിച്ചിരിക്കുന്ന തിരുവചനം വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഗലാത്യക്കാർക്ക് എഴുതിയ 5-ാം ലേഖനത്തിൻ്റെ 1-ാം തിരുവചനം. ഗലാത്യ 5:1 സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചു, അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ, അടിമത്തത്തിൻ്റെ നുകത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, തിരുവചനം ഇന്ന് നമ്മളോട് പറയുന്നു, സ്വാതന്ത്ര്യത്തിലേക്ക് ക്രിസ്തു നമ്മെ മോചിപ്പിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ സ്ഥിരതയോടെ നിൽക്കുവിൻ, അടിമത്തത്തിൻ്റെ നുകത്തിന് ഇനിയും നിങ്ങൾ വിധേയരാകരുത്. AD 53-നും 58-നും മധ്യേ എഫേസോസിലോ മക്കെദോനിയയിലോ വെച്ച് ഗലാത്യക്കാർക്കായി വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഴുതിയ ലേഖനമാണ് ഗലാത്യക്കാർക്കുള്ള ലേഖനം. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചനങ്ങൾ ദൈവാത്മാവിൻ്റെ പ്രേരണയാൽ എഴുതാനുണ്ടായ സാഹചര്യം, ഗലാത്യ എന്ന് പറയുന്നത് ആധുനിക തുർക്കിയിലെ ഏഷ്യ മൈനറിലെ ഒരു പ്രവിശ്യ, റോമൻ പ്രവിശ്യയായിരുന്നു ഗലാത്യ എന്ന പ്രദേശം. അവിടെ വിജാതീയരായ ജനങ്ങൾ വിശുദ്ധ പൗലോസ്ലീഹായുടെ സുവിശേഷ പ്രഘോഷണത്തിലൂടെ ക്രിസ്തുമതം സ്വീകരിച്ച് ക്രിസ്ത്യാനികളായവരാണ്. എന്നാൽ പൗലോസ്ലീഹ ഗലാത്യയിൽ നിന്ന് പോയതിന് ശേഷം യഹൂദ ക്രിസ്ത്യാനികൾ ആ പ്രദേശത്തേക്ക് വരികയും അവിടുത്തെ ജനങ്ങളെ അബദ്ധ അഭിപ്രായങ്ങളിലൂടെ നയിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ട ദൈവജനമേ, അവരാകെ ആശയക്കുഴപ്പത്തിലായി. അവർ തെറ്റായ പ്രബോധനങ്ങൾ, യഹൂദ ക്രിസ്ത്യാനികൾ തെറ്റായ പ്രബോധനങ്ങൾ നൽകി. അവർ അവരെ പറഞ്ഞു പഠിപ്പിച്ചു, വിജാതീയരായവർ ക്രിസ്ത്യാനികളാകണമെങ്കിൽ അവർ മോശയുടെ നിയമങ്ങൾ അനുസരിക്കുകയും യഹൂദ ആചാരങ്ങൾ പാലിക്കുകയും പരിച്ഛേദനം നടത്തുകയും ചെയ്യണമെന്ന് അവരെ പറഞ്ഞ് പഠിപ്പിക്കുകയും അവരെ നിർബന്ധിക്കുകയും ചെയ്തു. ഇത് പൗലോസ്ലീഹായെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വേദനയുളവാക്കുകയും ഗലാത്യക്കാർക്കായി ഒരു ലേഖനം എഴുതുകയും അവരോട് പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ച പ്രബോധനങ്ങൾ, പൗലോസ്ലീഹായിലൂടെ കേട്ട പ്രബോധനങ്ങളിൽ ഉറച്ചു നിൽക്കുക, കാരണം ദൈവത്തിൻ്റെ പുത്രസ്വീകാര്യത്തിലൂടെ നിങ്ങൾ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തെ ആബാ പിതാവേ അപ്പ എന്ന് വിളിക്കാനായിട്ട് യേശുനാഥനാണ് നമ്മെ പഠിപ്പിച്ചത്. നമ്മളെ സ്വതന്ത്രരാക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിയമങ്ങൾക്കെല്ലാം മാറി നിയമങ്ങൾക്ക് വിധേയരാകാതെ ക്രിസ്തു നമ്മളെ സ്വതന്ത്രരാക്കിയിരിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞ ജീവിതം നയിക്കുവാനായിട്ട് ഈശോ നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. അതാണ് പൗലോസ്ലീഹ അവരെ പറഞ്ഞു പഠിപ്പിക്കുക. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് നമ്മൾ ക്രിസ്തീയ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, പരിശുദ്ധാത്മാവിൻ്റെ വളർച്ച നമ്മളിൽ ഉണ്ടാകുന്നതിനെക്കുറിച്ച് നമ്മൾ ഒരുമിച്ച് ഇന്ന് ധ്യാനിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ആത്മാവിൽ വളരാനായിട്ട് നമുക്ക് സാധിക്കാതെ വരിക? അതല്ലെങ്കിൽ ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിൽ നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കാതെ വരുന്നത് എന്തുകൊണ്ടാണ്? എന്താണ് ക്രിസ്തീയമായ സ്വാതന്ത്ര്യം? ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാനായിട്ട് സാധിക്കുക? ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യം എന്താണ്? പ്രിയപ്പെട്ടവരെ, വചനാധിഷ്ഠിതമായ ജീവിതം നയിക്കുക എന്നുള്ളതാണ് ക്രിസ്തീയമായ സ്വാതന്ത്ര്യം. വചനമനുസരിച്ച് ജീവിക്കുക. എന്നാൽ എന്തുകൊണ്ടാണ് നമുക്ക് ഈ വചനമനുസരിച്ച് ജീവിക്കാൻ പറ്റാത്തത്? അതല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ പറ്റാത്തത്? ആത്മാവിൽ വളർച്ചയുണ്ടാകാതെ മുരടിച്ച ഒരു ജീവിതം നമുക്ക് എന്തുകൊണ്ട് ഉണ്ടാകുന്നു? ആത്മീയമായ ഒരു തളർച്ച എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു? പ്രിയപ്പെട്ടവരെ, ഒന്നാമതായി നാം കാണുക പാപം നിറഞ്ഞ ഒരു ജീവിതാവസ്ഥയാണ്.
പാപം നിറഞ്ഞ ഒരു വഴിയിലൂടെയാണ് നാം പൊയ്ക്കൊണ്ടിരിക്കുന്നതെങ്കിൽ നാം പാപത്തിന് അടിമകളാണ്, നാം സ്വതന്ത്രരല്ല എന്ന് നാം തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ദൈവാത്മാവിനാൽ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന നമ്മൾ, ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന നമ്മൾ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കണം, പാപകരമായ ജീവിതത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതെങ്ങനെ സാധിക്കും? വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ, പാപമില്ലാതെ ജീവിക്കാൻ നമുക്ക് എങ്ങനെ സാധിക്കും? അതിന് ദൈവം നമ്മളോട് പറയുന്നു, വചനാധിഷ്ഠിത, തിരുവചനത്തിൽ ഊന്നിയുള്ള ഒരു ജീവിതം, വചനത്തോട് ചേർന്നുള്ള ഒരു ജീവിതം, അനുദിനം വചനം വായിച്ച് വചനത്തോട് ചേർന്ന് വചനമനുസരിച്ചുള്ള ഒരു ജീവിതം നയിക്കാനായിട്ട് നാം പരിശ്രമിക്കുമ്പോൾ നാം ക്രിസ്തീയ സ്വാതന്ത്ര്യം അനുഭവിക്കും. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, പാപം ചെയ്യാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഭയക്കേണ്ട ആവശ്യമുണ്ടാകുന്നില്ല. ദൈവത്തിൻ്റെ വചനത്തിലായിരിക്കുമ്പോൾ നാം സ്വാതന്ത്ര്യത്തിലും ആനന്ദത്തിലുമാണ്. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 2-ാം തിരുവചനം പറയുന്നു, എന്തെന്നാൽ യേശുക്രിസ്തുവിലുള്ള ജീവാത്മാവിൻ്റെ നിയമം നിന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും നിയമത്തിൽ നിന്ന് സ്വതന്ത്രനാക്കിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഗത്സമൻ തോട്ടത്തിൽ നമ്മളിത് കാണുന്നുണ്ട്. കർത്താവായ ഈശോ മിശിഹ ഗാഗുൽത്താ മലയിൽ യാഗമായി ബലിയായി മാറുന്നതിന് മുമ്പ് ഗത്സമനിൻ തോട്ടത്തിൽ പ്രാർത്ഥനാ നിരതനായിരിക്കുമ്പോൾ കർത്താവായ ഈശോ മിശിഹായ്ക്ക് പ്രലോഭനമുണ്ടാകുന്ന അവസ്ഥ നമുക്കറിയാം. ദൈവമേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങിപ്പോകണമേ. അവിടെ ആത്മാവിൻ്റെ ശക്തി നിറയുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ യേശു മിശിഹ നിറയുകയും തുടർന്ന് അവിടുന്ന് പ്രാർത്ഥിക്കുന്നു, എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം എന്നിൽ നിറവേറപ്പെടട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ലോകത്തിൻ്റെ ശക്തമായ പ്രലോഭനത്തെ ജീവാത്മാവിൻ്റെ നിയമത്താൽ അതിജീവിച്ച യേശുനാഥൻ പ്രാർത്ഥനയിലൂടെ ആത്മാവിൻ്റെ ശക്തിയിലൂടെ ദൈവഹിതം നിറവേറ്റി. പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് നമ്മളും ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പാപത്തിലേക്ക് വീണുപോകുവാനുള്ള ഒരു ചായ്വ് എപ്പോഴും നമുക്കുണ്ടാകും. ഈ ലോകത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള ഒരു പ്രവണത നമ്മളിലേക്ക് എപ്പോഴും നിരന്തരമായി കടന്നു വന്നുകൊണ്ടിരിക്കാം. അത് നമ്മെ നാശത്തിലേക്ക് കൊണ്ടുപോകാം. പ്രിയപ്പെട്ട ദൈവജനമേ, എന്നാൽ ഇതിൽ നിന്ന് ഒരു വിടുതൽ ലഭിക്കുവാനായിട്ട് ആത്മാവിൻ്റെ അഭിഷേകത്താൽ നാം ഓരോരുത്തരും അനുദിനം നിറഞ്ഞുകൊണ്ടേയിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നിറയുമ്പോൾ പാപപ്രലോഭനങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള കൃപ ദൈവം നമുക്ക് നൽകും. അത് ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിൻ്റെ ആസ്വാദനമാണ്, വലിയ ഒരനുഭവമാണ്. ഭയമില്ലാതെ സ്വതന്ത്രമായി സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുവാനായി ദൈവം നൽകുന്ന വലിയ ഒരനുഗ്രഹമാണ്. പാപമില്ലാതെ ഈ പാപകരമായ ഈ ലോകത്തിൽ ഈ പാപത്തിൽ വീണുപോകാതെ വിശുദ്ധിയോടെ ജീവിക്കാനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ കഴിവിലൂടെ, പരിശുദ്ധാത്മാവിൻ്റെ ആ വലിയ നിറവിലൂടെ നമുക്ക് സാധിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വീണ്ടും വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 13-ാം തിരുവചനം പറയുന്നു, ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. എന്നാൽ ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇവിടെ 2 കാര്യങ്ങളാണ് നമ്മൾ കാണുക. 1 മരണവും, 2 ജീവനും. ഉചിതമായ തീരുമാനം നമുക്ക് തിരഞ്ഞെടുക്കാം. മരിക്കണമോ ജീവിക്കണമോ? പ്രിയപ്പെട്ടവരെ, ജഡിക താല്പര്യങ്ങൾക്ക് 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ടാണ് നാം ഈ ലോകത്തിൽ പ്രയാണം ചെയ്യുന്നതെങ്കിൽ നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം മരണമായിരിക്കും, നമ്മുടെ ആത്മാവിൻ്റെ മരണമായിരിക്കും. എന്നാൽ ആത്മീയ കാര്യങ്ങൾക്ക് 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ട് ശരീരത്തിൻ്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഹനിക്കുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാം ജീവിക്കുമെന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലൂടെ ഇന്ന് നമ്മളോട് അരുൾ ചെയ്യുകയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ,
അപ്പോൾ നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ചായിട്ടാണോ ഞാൻ ജീവിക്കുക എന്ന് വിചിന്തനം ചെയ്യുക. അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ജീവിതം ഈ കാലഘട്ടത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് എളുപ്പമുള്ള ഒരു കാര്യമല്ല. കാരണം എവിടെ തിരഞ്ഞാലും പാപത്തിലേക്കുള്ള ക്ഷണമാണ് എപ്പോഴും നമ്മളെ മാടി വിളിച്ചു കൊണ്ടിരിക്കുക. ലോകത്തിൻ്റെ നൈമിഷിക സുഖങ്ങളിലേക്കുള്ള താല്പര്യങ്ങളായിരിക്കാം ഒരുപക്ഷെ നമ്മെ സ്വാധീനിക്കുക കൂടുതലായിട്ടും. പ്രിയപ്പെട്ടവരെ, ഇവിടെ വിജയം പ്രാപിക്കണമെങ്കിൽ ഈശോമിശിഹ ഗെത്സമന തോട്ടത്തിൽ പ്രാർത്ഥിച്ചതുപോലെ പ്രലോഭനങ്ങൾക്ക് നടുവിൽ ആത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയുവാൻ, ദൈവകൃപ ലഭിക്കുവാൻ തമ്പുരാനോട് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹം കടന്നു വരികയും നാം വിശുദ്ധരായി ജീവിക്കുവാനുള്ള കൃപയും അനുഗ്രഹവും ദൈവം പ്രദാനം ചെയ്യുകയും ചെയ്യും. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, എന്തുകൊണ്ടാണ് നമ്മുടെ സ്വാതന്ത്ര്യം നശിച്ചു പോകുന്നത്? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, 15-ാം അധ്യായത്തിലൂടെ നാം കടന്നു വരുമ്പോൾ ഒട്ടനവധി തവണ നമ്മൾ കേട്ടിട്ടുള്ള ഉപമയാണ് ധൂർത്തപുത്രൻ്റെ ഉപമ. അവിടെ നമുക്ക് കാണാം, പിതാവിൻ്റെ ഭവനത്തിൽ യാതൊരു കുറവുകളും അവിടെ ആ ഇളയ മകന് ഉണ്ടായിരുന്നില്ല. എല്ലാ സമൃദ്ധിയും സന്തോഷവും സമാധാനവും പിതാവിൻ്റെ സ്നേഹവും ആവോളം ആസ്വദിച്ച് ഒരു കുറവുമില്ലാതെ ജീവിച്ചിരുന്ന വ്യക്തിയാണ്. എന്നാൽ അതിലുപരിയായ സന്തോഷം തേടി പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് അകന്നു പോകുന്ന അവസ്ഥ നാം കാണുകയാണ്. ഈ ലോകത്തിൻ്റെ സുഖങ്ങൾ തേടിയുള്ള യാത്ര, ഒരുപാട് സുഹൃത്തുക്കളെ ലഭിച്ചു, ഒരുപാട് സന്തോഷങ്ങൾ ഒരുപക്ഷെ ലഭിച്ചു. എന്നാൽ അവയെല്ലാം ക്ഷണിക നേരം കൊണ്ട് അപ്രത്യക്ഷമാകുന്നതും ജീവിതത്തിലേക്ക് പ്രതിസന്ധികളും പ്രശ്നങ്ങളും കടന്നു വരുന്നതും അവസാനം ആ പ്രിയമകൻ ഇതാ പന്നികളോടൊത്ത് വസിക്കേണ്ട ഒരവസ്ഥയെത്തി, പന്നിക്കുഴിയിലെത്തി. എന്തുകൊണ്ടാണ്? പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് അകന്നുപോയി. അവിടെ ആ മകന് സുബോധമുണ്ടാകുകയും പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ച് ചിന്തിക്കുകയും തുടർന്ന് ആ പിതാവിൻ്റെ ഭവനത്തിലേക്ക് വന്ന് അനുതാപത്തോടെ ആ പിതാവിൻ്റെ ഭവനത്തിൽ കണ്ണുനീർ വാർത്ത് പിതാവിൻ്റെ ആ സ്നേഹം അനുഭവിക്കുവാൻ അവൻ തീരുമാനിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹം കടന്നു വരികയാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെയും ജീവിതം ഒരുപക്ഷെ നിരാശയിലേക്ക്, പ്രശ്നങ്ങളിലേക്ക്, പ്രതിസന്ധികളിലേക്ക്, പാപക്കുഴികളിലേക്ക് നമ്മുടെ ജീവിതം കടന്നു പോവുക ഈ പിതാവിൻ്റെ ഭവനത്തിൽ നിന്ന് അകന്നു പോകുന്നത് കൊണ്ടാണ്. നമ്മളൊന്ന് വിചിന്തനം ചെയ്യുന്നത് നല്ലതാണ്. എത്രയോ തവണ ഒരു ക്രിസ്ത്യാനിയായ ഞാൻ, ദൈവത്തെ അറിഞ്ഞ ഞാൻ, മാമോദീസായിലൂടെ, സ്ഥൈര്യലേപനത്തിലൂടെ, വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെ, വിശുദ്ധ കുംഭസാരത്തിലൂടെ, അനുദിന വിശുദ്ധ ബലി അർപ്പണത്തിലൂടെ, ജപമാല പ്രാർത്ഥനയിലൂടെ, കുടുംബ പ്രാർത്ഥനയിലൂടെ, ധ്യാനങ്ങളിലൂടെ, കൂട്ടായ്മ പ്രാർത്ഥനകളിലൂടെ എത്രയോ അധികമായി ദൈവസ്നേഹം അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ്. ദൈവം നൽകിയ സമാധാനത്തിലൂടെ ജീവിച്ചിട്ടുള്ളവരാണ്. എങ്കിലും ഈ ലോകത്തിൻ്റെ ക്ഷണികമായ താല്പര്യങ്ങളിൽ പെട്ടുകൊണ്ട് ദൈവിക തിരുസന്നിധിയിൽ നിന്ന് നാം അകന്നു പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് വിചിന്തനം ചെയ്യുന്നത് നല്ലതാണ്. അങ്ങനെയെങ്കിൽ നാം ഇപ്പോഴും അടിമത്തത്തിൽ തന്നെയാണ്. ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിലല്ല നാം ജീവിക്കുക. ഭയത്തിൻ്റെ, പാപത്തിൻ്റെ അടിമത്തത്തിൽ ആണ് നമ്മളെന്ന് നാം തിരിച്ചറിയുക. പ്രിയപ്പെട്ടവരെ, വീണ്ടും വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായം 54-ാം തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, പത്രോസ് അകലെയായി അവനെ അനുഗമിച്ചിരുന്നുവെന്ന്. ഈശോയിനെ പടയാളികൾ പിടിച്ചുകൊണ്ടുപോയി കുരിശിൽ തറയ്ക്കുവാനായി പിടിച്ചുകൊണ്ടു പോകുമ്പോൾ ശിഷ്യന്മാരെല്ലാം ഓടിപ്പോയി. എങ്കിലും പത്രോസ് ശ്ലീഹ അകലെയായി യേശുവിനെ അനുഗമിക്കുന്ന അവസ്ഥ നമ്മൾ കാണുകയാണ്. തുടർന്ന് വേലക്കാരിയുടെ മുമ്പിൽ യേശുനാഥനെ തള്ളിപ്പറയുന്ന അവസ്ഥ, 3 പ്രാവശ്യം തള്ളിപ്പറയുന്നു. ഗുരുനാഥനെ നോക്കുമ്പോൾ
ഗുരുനാഥൻ പത്രോസ്ലീഹായെ നോക്കുമ്പോൾ വേദനകളാൽ നിറയുകയാണ്, അനുതാപമുണ്ടാവുകയാണ്, കണ്ണുനീർ വാർത്ത് കരയുകയാണ്. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, അത് വലിയ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക് പത്രോസ്ലീഹായെ കൊണ്ടുവന്നു. എന്നാൽ നോക്കണമേ, യൂദാസ് കറിയോത്ത യേശുവിനെ ഒറ്റിക്കൊടുത്തു. ആ വലിയ പാപഭാരത്താൽ, ആ വലിയ കുറ്റബോധത്താൽ പോയി കെട്ടിത്തൂങ്ങി ചാവുന്ന അവസ്ഥ നമ്മൾ കാണുകയാണ്. അവിടെ ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുന്നില്ല, യേശുവിലേക്ക് നോക്കിയില്ല, അനുതപിച്ചില്ല, അത് നാശത്തിലേക്ക് കൊണ്ടുപോയി. ആത്മാവിൻ്റെയും ശരീരത്തിൻ്റെയും മരണത്തിലേക്ക് അത് കൊണ്ടുപോയി. പ്രിയപ്പെട്ട ദൈവജനമേ, നാം ഇന്ന് വിചിന്തനം ചെയ്യുക, നാമും അകലെയായിട്ടാണോ യേശുവിനെ അനുഗമിച്ചു കൊണ്ടിരിക്കുക ഇപ്പോഴും? അതോ യേശുവിൻ്റെ കൂടെയാണോ? ദൈവിക തിരുസന്നിധിയിലാണോ? പരിശുദ്ധാത്മാഭിഷേകത്താൽ നിറഞ്ഞ ഒരു ജീവിതത്തിലാണോ ഞാൻ ആയിരിക്കുക? പ്രിയപ്പെട്ടവരെ, ദൈവവചന അധിഷ്ഠിതമായ ഒരു ജീവിതം നാം നയിക്കണം. അത് ഒന്നാമതായി നാം കാണുകയാണ്. പ്രിയപ്പെട്ടവരെ, രണ്ടാമതായി ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിൽ നാം ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവാത്മാവ് നമ്മളോട് പറയുന്നു, നാം ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണം. പലപ്പോഴും നമ്മൾ ചിന്തിക്കും കൽപ്പനകൾ ഒരു ഭാരമാണെന്ന്. ദൈവിക കൽപ്പനകൾ ഒരു ഭാരമാണ്. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ, 10 കാര്യങ്ങൾ നമ്മളോട് അരുത് 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 എന്നൊക്കെ ദൈവം നമ്മളോട് പറയുമ്പോൾ ഇതൊരു ഭാരമായി നമുക്ക് തോന്നിയേക്കാം. പ്രിയപ്പെട്ടവരെ, എന്നാൽ ഈ കൽപ്പനകൾ അനുസരിച്ച് നമ്മൾ മുന്നോട്ട് പ്രയാണം ചെയ്യുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതം സ്വതന്ത്രമായി മാറുകയും നിത്യതയെ ലക്ഷ്യമാക്കി നമ്മൾ മുന്നോട്ട് പ്രയാണം ചെയ്യുമ്പോൾ സ്വർഗീയമായ ജീവിതത്തിലേക്ക് ഈ ലോകത്തിലായിരിക്കുമ്പോഴും പരലോകത്തിൽ നമ്മൾ എത്തുമ്പോഴും ദൈവത്തെ കണ്ടുകൊണ്ട് സ്വർഗത്തിൽ ജീവിക്കുവാനുള്ള വലിയ ഭാഗ്യം നമുക്ക് ലഭിക്കും. പ്രിയപ്പെട്ട ദൈവജനമേ, അപ്പോൾ ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിൽ ദൈവാത്മാവിൻ്റെ വളർച്ച നമ്മളിൽ ഉണ്ടായി നമ്മൾക്ക് ജീവിക്കണമെങ്കിൽ 1, വചനാധിഷ്ഠിതമായ ജീവിതം നമ്മൾ നയിക്കണം. 2, ദൈവകൽപ്പനകൾ അനുസരിച്ചുള്ള ഒരു ജീവിതം നമ്മൾ നയിക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ള ജീവിതം നമുക്ക് സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യും. കൽപ്പനകളുടെ ലംഘനങ്ങൾ പാപമാണെന്ന് നമുക്കറിയാം. ഈ പാപം നമ്മെ മരണത്തിലേക്ക് കൊണ്ടുപോകും, നിരാശയിലേക്ക് കൊണ്ടുപോകും. പ്രിയപ്പെട്ടവരെ, എന്നാൽ കൽപ്പനകൾ അനുസരിച്ചുള്ള ഒരു ജീവിതം സമാധാനവും സന്തോഷവും നിത്യജീവിതവും നമുക്ക് പ്രദാനം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, യഥാർത്ഥമായ സന്തോഷം ദൈവകൽപ്പനകളുടെ അനുസരണത്തിൽ നിന്നും വരുന്നു. അത് സന്തോഷത്തിനോ സമാധാനത്തിനോ യാതൊരു കുറവും വരുത്തുന്നില്ല. സങ്കീർത്തന പുസ്തകം 119 അധ്യായം 45 തിരുവചനം, 119 45 തിരുവചനം, അങ്ങയുടെ കൽപ്പനകൾ തേടുന്നത് കൊണ്ട് ഞാൻ സ്വതന്ത്രമായി വ്യാപരിക്കും. ദൈവാത്മാവ് സങ്കീർത്തനകനിലൂടെ പറയുകയാണ്, അങ്ങയുടെ കൽപ്പനകൾ തേടുന്നത് കൊണ്ട് ഞാൻ സ്വതന്ത്രമായി വ്യാപരിക്കും. വീണ്ടും പ്രിയപ്പെട്ടവരെ, വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 3-ാം അധ്യായം 17 തിരുവചനം, കർത്താവ് ആത്മാവാണ്, ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യവുമുണ്ട്. പ്രിയപ്പെട്ട ദൈവജനമേ, ഇപ്പം ദൈവാത്മാവിനാലാണ് നാം നയിക്കപ്പെടുന്നതെങ്കിൽ, ദൈവാത്മാവ് നമ്മളിൽ അനുദിനം വളർച്ച പ്രാപിക്കുന്നുണ്ടെങ്കിൽ നാം സ്വതന്ത്രരായി ജീവിക്കാൻ, ആരെയും ഭയക്കാതെ, ഒന്നിനെയും ഭയക്കാതെ, ഉത്കണ്ഠകളില്ലാതെ ജീവിക്കുവാനുള്ള കൃപാവരം ദൈവം നൽകും. വീണ്ടും വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 31-32 തിരുവചനങ്ങൾ പറയുന്നു, എൻ്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ എൻ്റെ ശിഷ്യരാണ്. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ക്രിസ്തുവിൻ്റെ വചനത്തിൽ നിലനിൽക്കുക, വചനമാണ് സത്യം, സത്യം നമ്മെ സ്വതന്ത്രരാക്കും. അപ്പോൾ നമ്മൾ യഥാർത്ഥ ശിഷ്യരാവുകയും ചെയ്യും. പ്രിയപ്പെട്ട ദൈവജനമേ, തമ്പുരാൻ്റെ വചനത്തിൽ നിലനിൽക്കുക, കൽപ്പനകൾ പാലിക്കുക, ആത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക,
ദൈവത്തിൽ ആശ്രയിക്കുക. ദൈവത്തിൽ ആശ്രയം വെച്ച് ജീവിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു ഉത്കണ്ഠകളും ആകുലതകളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ പരിപൂർണമായ ആശ്രയം വെച്ച് ജീവിക്കുന്ന എത്രയോ വ്യക്തികളെ നമ്മൾ കാണുന്നു, നമുക്ക് ചുറ്റും കാണുന്നു. ഒരുപക്ഷെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ, വേദനകളിലൂടെ, സഹനങ്ങളിലൂടെ, കഷ്ടപ്പാടുകളിലൂടെ, സാമ്പത്തിക തകർച്ചകളിലൂടെ ഒക്കെ കടന്നു പോകുന്നവരായിരിക്കാം. രോഗത്തിൻ്റെ നടുവുകളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം. മറ്റാരും സ്നേഹിക്കാനില്ലാതെ തള്ളപ്പെട്ടവരായിരിക്കാം. എങ്കിൽ ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, അവർ ദൈവത്തിൽ പരിപൂർണമായി ആശ്രയിക്കുന്നത് കൊണ്ട് അവർക്ക് ഉത്കണ്ഠകളോ ആകുലതകളോ ഇല്ലാതെ അവർ മുന്നോട്ട് പോകുന്നു. ഇതെങ്ങനെ സാധ്യമാകുന്നു? ഇത് പരിശുദ്ധാത്മാവ് കൊടുക്കുന്ന അനുഗ്രഹമാണ്. ആത്മാവിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞ ജീവിതം നയിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന വരമാണത്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ആശ്രയം അർപ്പിക്കുന്ന വ്യക്തിക്ക് ആകുലത, ഉത്കണ്ഠ ആവശ്യമില്ല. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 28 മുതൽ 31-32 വാക്യങ്ങളിലൂടെയൊക്കെ കടന്നു വരുമ്പോൾ തിരുവചനം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വസ്ത്രത്തെപ്പറ്റി നിങ്ങൾ എന്തിന് ആകുലരാകുന്നു? വയലിലെ ലില്ലികളെ എങ്ങനെ വളരുന്നുവെന്ന് നോക്കുക. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നില്ല. വിശുദ്ധ മത്തായി 6:31 നമ്മളോട് പങ്കുവെക്കുന്നു. അതിനാൽ എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, എന്ത് ധരിക്കുമെന്ന് വിചാരിച്ച് നിങ്ങൾ ഉത്കണ്ഠാകുലരാകേണ്ട. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഒട്ടനവധി ആളുകൾ ഇന്ന് ആകുലരാണ്, ഉത്കണ്ഠാകുലരാണ്. കാരണം ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലൂടെയാണ് നാം പോയിക്കൊണ്ടിരിക്കുക. കൊറോണ എന്ന മഹാവ്യാധിയെ അതിജീവിച്ച് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റു സൈഡിൽ യുദ്ധങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ലോകരാജ്യങ്ങളിൽ യുദ്ധങ്ങൾ ആരംഭിച്ചിരിക്കുന്നു. റഷ്യയും ഉക്രൈനും തമ്മിൽ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. അതിൻ്റെ പരിണിത ഫലങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അലയടിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ വേദനയിൽ മുങ്ങിത്താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. ആ രാജ്യങ്ങളിൽ അനേകര് ഭവനരഹിതരായിരിക്കുന്നു. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ ജീവിക്കുന്ന അനേകായിരങ്ങളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. യുദ്ധത്തിൻ്റെ ഭീഷണികളിലാണ്. അതല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ നാച്ചുറൽ കലാമിറ്റീസിൻ്റെ, പ്രകൃതിയിലുണ്ടാകുന്ന ദുരന്തത്തിൻ്റെ ഒക്കെ പരിണിത ഫലം മൂലമുണ്ടാകുന്ന വേദനകളുടെ നടുവിലൂടെയൊക്കെ പ്രയാണം ചെയ്യുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ കുടുംബത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ, മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠകൾ, ജോലിയെക്കുറിച്ചുള്ള ആകുലതകൾ, ബിസിനസ്സിനെക്കുറിച്ചുള്ള ആകുലതകൾ, നാളെയെക്കുറിച്ചുള്ള നമ്മളെ ഉത്കണ്ഠകൾ ഒക്കെ നമുക്കുള്ളവരാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, ഈ ആകുലതകൾക്ക് നടുവിലൂടെ നാം മുന്നോട്ട് പോകുമ്പോഴും നാം തളരാതെ, നാം ഭയക്കാതെ, നാം നിരാശരാകാതെ മുന്നോട്ട് പോകുവാനായിട്ട് ദൈവാത്മാവ് ഇന്ന് നമ്മളോട് പറയുന്നു. ദൈവത്തിൽ പരിപൂർണമായി ആശ്രയം വയ്ക്കുക. അത് നമ്മളെ പരിപൂർണമായ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുപോകും. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറയുവാൻ നിരന്തരം പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ കാര്യങ്ങളിൽ നിന്ന്, ഉത്കണ്ഠയിൽ നിന്ന് മോചനം നേടുന്നത് സ്വാതന്ത്ര്യമാണ്. മർത്തായെയും മറിയത്തെയും നമുക്ക് ബൈബിളിൽ കാണുവാനായിട്ട് സാധിക്കും. മർത്ത ഒത്തിരിയേറെ കാര്യങ്ങളിൽ വ്യാപൃതയായിരുന്നു, ഉത്കണ്ഠാകുലയായിരുന്നു. എന്നാൽ മറിയം യേശുവിനോട് ചേർന്നിരുന്ന് വചനങ്ങൾ കേട്ടു. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ഇവിടെയും ഈശോ പറയുന്നുണ്ട്, മർത്ത, നീ ഒരുപാട് കാര്യങ്ങളിൽ ആകുലയാണ്, എന്നാൽ മറിയം ഉചിതമായ കാര്യം തിരഞ്ഞെടുത്തു. പ്രിയപ്പെട്ട ദൈവജനമേ, ഇത് നമുക്ക് ഇന്ന് നൽകുന്ന നല്ലൊരു സന്ദേശമാണ്. നാമും ഒരുപാട് കാര്യങ്ങളിൽപ്പെട്ട് ഉത്കണ്ഠാകുലരാണെന്ന്, ആകുലരാണെന്ന്. യേശുവിനോടൊന്ന് ചേർന്നിരിക്കാനായിട്ട് നിങ്ങൾക്ക് സമയമില്ല. വിശുദ്ധ ബലിയർപ്പണത്തിൽ പങ്കെടുക്കാൻ സമയമില്ല. കുടുംബ പ്രാർത്ഥനയ്ക്ക് സമയമില്ല. വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് സമയമില്ല. പ്രാർത്ഥനാ കൂട്ടായ്മകളിൽ സംബന്ധിക്കാൻ സമയമില്ല. നെട്ടോട്ടമാണ്. പ്രിയപ്പെട്ട ദൈവജനമേ, ഇത് നമ്മളെ ഉത്കണ്ഠകളിലേക്കും ആകുലതകളിലേക്കും നയിക്കുകയും അത് നമ്മുടെ ആത്മാവിൻ്റെ ശോഷണത്തിന്
കാരണമാവുകയും ചെയ്യും. ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുവാനായിട്ട് നമുക്ക് മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും വിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെയും ഒക്കെ ലഭിച്ച പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളിൽ ഉജ്ജ്വലിക്കുവാനായിട്ട് പ്രിയപ്പെട്ട ദൈവജനമേ, ഇന്ന് നമ്മൾ ഈ ലോകത്തിന് അനുരൂപരാകാതെ ജഡികരായി ജീവിക്കാതെ ആത്മീയനായി ജീവിക്കുവാനായിട്ടുള്ള ഒരു വലിയ തീരുമാനം ഇന്ന് നമുക്കെടുക്കാം. അത് നമുക്ക് അനുഗ്രഹമായി മാറും. പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന ജീവിതമായിക്കൊള്ളട്ടെ, ദൈവിക കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊടുത്തു കഴിയുമ്പോൾ അത് ദൈവം അനുഗ്രഹമാക്കി മാറ്റും. ലോകത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളിൽ നിന്നും മാറുക. നമുക്ക് ലഭിച്ചിരിക്കുന്ന ജീവിതാന്തസ് എത്ര ക്ലേശകരവും ദുഃഖകരവും ആയിക്കൊള്ളട്ടെ, അതിൽ നിന്ന് ഓടിപ്പോകാതെ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയിക്കുക. അപ്പോൾ ദൈവം അത് അനുഗ്രഹമാക്കി മാറ്റും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ ആശ്രയിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഉത്കണ്ഠപ്പെടേണ്ടതില്ല എന്ന് നമ്മൾ കണ്ടു. അപ്പസ്തോല പ്രവർത്തനം 16-ാം അധ്യായത്തിൽ 26-27 തിരുവചനങ്ങളിൽ തടവറയിലെ അത്ഭുതത്തെ നമ്മൾ കാണുന്നുണ്ട്. ചങ്ങലകളാൽ ബന്ധിതരായി അപ്പസ്തോലന്മാർ തടവറയിൽ കഴിയുമ്പോൾ സമൂഹം ഒന്നുചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. അവിടെ ചങ്ങലകൾ അഴിഞ്ഞു വീഴുന്നു, തടവറകൾ തുറക്കപ്പെടുന്നു, അവർ മോചിതരാവുകയാണ് ചെയ്യുക. പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെയും ജീവിതം ഒരുപക്ഷേ ദുഃഖത്തിൽ അതല്ലെങ്കിൽ പ്രശ്നങ്ങളുടെ ചങ്ങലകളാൽ ബന്ധിതരായിട്ടുള്ള അവസ്ഥയാണെങ്കിൽ ജീവിതത്തെ തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. ആത്മാവിന് നിറവിന് വേണ്ടി ദാഹിച്ച് പ്രാർത്ഥിക്കുക. ദൈവം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ചൊരിയും. കത്തോലിക്കാ തിരുസഭയുടെ മതബോധന ഗ്രന്ഥം ഖണ്ഡിക 1731 പറയുന്നു, സത്യത്തിലും നന്മയിലും വളരാനും പക്വത പ്രാപിക്കാനും വേണ്ടി മനുഷ്യനിലുള്ള ഒരു ശക്തിയാണ് സ്വാതന്ത്ര്യം. നമ്മുടെ സൗഭാഗ്യമായ ദൈവത്തിങ്കിലേക്ക് തിരിച്ചുവിടപ്പെട്ടപ്പോൾ സ്വാതന്ത്ര്യം അതിൻ്റെ പൂർണ്ണത പ്രാപിക്കുന്നു. വീണ്ടും കത്തോലിക്കാ തിരുസഭയുടെ മതബോധന ഗ്രന്ഥം 1733 ഖണ്ഡികയിൽ പറയുന്നു, ഒരാൾ എത്ര കൂടുതൽ നന്മ ചെയ്യുന്നുവോ അത്ര കൂടുതൽ സ്വതന്ത്രനായിത്തീരുന്നു. നന്മയുടെയും നീതിയുടെയും ശുശ്രൂഷയല്ലാതെ യഥാർത്ഥ സ്വാതന്ത്ര്യമില്ല. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ, ക്രിസ്തീയ സ്വാതന്ത്ര്യം ആസ്വദിച്ച് ജീവിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ജഡികരായി ജീവിക്കാതെ ആത്മീയരായി ജീവിക്കുവാനുള്ള അനുഗ്രഹം ദൈവം നമുക്ക് തരട്ടെ. പരിശുദ്ധാത്മാവിനാൽ അഭിഷേകത്താൽ നിറഞ്ഞ് വരദാന ഫലങ്ങളാൽ നിറഞ്ഞ് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ട് അനുദിനം പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നമുക്ക് ജീവിക്കാം. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മെ ഓരോരുത്തരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ലോകത്തിലുള്ള സകല ജനങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. സകലരിലും ആത്മാവിൻ്റെ അഭിഷേകം ഉണ്ടാകുവാൻ വേണ്ടി സഭയോട് ചേർന്നുകൊണ്ട്, എല്ലാ വിശുദ്ധരോടും ചേർന്നുകൊണ്ട്, സ്വർഗവാസികളോട് ചേർന്നുകൊണ്ട്, മാലാഖ വൃന്ദങ്ങളോട് ചേർന്നുകൊണ്ട് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നാം തളരേണ്ടവരല്ല. ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം നിരാശയിൽ ജീവിക്കേണ്ടവനല്ല. സ്വതന്ത്രമായി സന്തോഷത്തോടെ സമാധാനത്തോടെ ആസ്വദിച്ച് ജീവിക്കേണ്ടതാണ് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതം. അത് ദൈവത്തോടൊത്തുള്ള ജീവിതമാണ്. പരിശുദ്ധാത്മാവിനോട് ചേർന്നുള്ള ഒരു ജീവിതമാണ്. കൽപ്പനകൾ അനുസരിച്ച്, വചനങ്ങൾ അനുസരിച്ച്, വചനം വായിച്ച് സഭയോട് ചേർന്നുള്ള ഒരു ജീവിതമാണ്. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയിൽ പ്രിയപ്പെട്ട ദൈവജനമേ, ഈ വചന ശുശ്രൂഷയിൽ സംബന്ധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ ജനങ്ങൾക്ക് വേണ്ടിയും, എല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടിയും, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും, ഈ ലോകത്തിലുള്ള സകല ജനങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് യാചിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. പുറപ്പാട്.UAE@gmail.com